സംസ്കൃതം സംസ്കൃതിശ്ച. ഇന്ന് ലോക സംസ്കൃത ദിനമാണ്. ഇന്ത്യയുടെ മഹാനായ സംസ്കൃത പണ്ഡിതനും വ്യാകരണ പണ്ഡിതനുമായ പാണിനിയുടെ ജന്മദിനം കൂടിയാണ് ഇന്ന്. ഭാഷാസു മുഖ്യ മധുര ദിവ്യ ഗീർവാണ ഭാരതി. ഭാഷകളുടെ കുലഗുരുവായ സംസ്കൃത ഭാഷയ്ക്ക് വേദ പൈതൃകത്തിന് ഇന്ന് സവിശേഷ ദിനം. ഭാരതീയ ഭാഷ, സംസ്കൃതി, വേദജ്ഞാനം, ശാസ്ത്രം, സാഹിതി, കല, ലിപിജ്ഞാനം എന്നിവയിലൂടെ പാരമ്പര്യങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ദിനം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. സംസ്കൃത ഭാഷയുടെ പ്രാധാന്യത്തെയും മഹത്തായ ചരിത്രത്തെയും ഭാവിയെയും കുറിച്ച് സാമാന്യ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാൻ സംസ്കൃത ദിനാചരണം ലക്ഷ്യമിടുന്നു. പൗരാണിക ഭാരതീയ വേദേതിഹാസങ്ങളുടെ പ്രാഥമിക ഭാഷയായി, ഭാഷകളുടെ മാതാവായി പൂർവസൂരികൾ സംസ്കൃതത്തെ മാനിക്കുന്നു. ആഗോളതലത്തിൽ ഭാരതീയ മൂല്യങ്ങൾ, ഇതിഹാസങ്ങൾ, ക്ലാസിക്കുകൾ എന്നിവ നിലനിർത്തുന്നതിന് ദിനാചരണം കൊണ്ട് സാധിക്കുന്നതാണ്. 1969 സംസ്കൃത ദിനാചരണം ആരംഭിച്ചത്. പിന്നീടങ്ങോട്ട് എല്ലാ വർഷവും ശ്രാവണ പൗർണമി സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സ്ഥാപനങ്ങൾക്കും സംസ്കൃത ദിനമായി ആചരിക്കാൻ ഭാരത സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശവും വന്നു. ഇന്ത്യയുടെ മഹാനായ സംസ്കൃത പണ്ഡിതനും വൈയാകരണനുമായ പാണിനിയുടെ ജന്മദിനം കൂടിയാണിന്ന്. സംസ്കൃതം ജീവഭാഷയെന്ന് ഉറപ്പിക്കേണ്ട ഈ കാലത്ത് ജനം TV അതുയർത്തിപ്പിടിക്കുന്നു. ചാനൽ മിഴി തുറന്ന നാൾ മുതൽ ഇതുവരെ മുടക്കമില്ലാതെ സംസ്കൃത വാർത്ത ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ. നമസ്തേ. സംപ്രതി ജനം സംസ്കൃതവാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ മോഹൻലാൽ. സംസ്കൃതിയെ ബോധിപ്പിക്കാൻ, സരള സംസ്കൃതത്തെ പരിപോഷിപ്പിക്കാൻ, ഭാരതീയതയുടെയും സാഹിത്യത്തിൻ്റെയും ദാർശനിക ചിന്തകളുടെയും ചരിത്രത്തിൻ്റെയും സമഗ്രതയുടെ പര്യായമാണ് വാസ്തവത്തിൽ സംസ്കൃതം. അതിലൂടെ ഈ ദിനവും. അതഃ ജനം ദൃശ്യമാധ്യമസ്യ പ്രേക്ഷകേഭ്യഃ സംസ്കൃതപ്രേമിഭ്യഃ ദിനമിദം സമർപ്യത്തെ. സർവേഭ്യോ സംസ്കൃത ദിനാശംസാഃ. വാർത്താദളം, ജനം.